എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 52ാമത്തെ ചോദ്യം, വാട്ട് ഈസ് വെർട്ടിബ്രേറ്റ? എന്താകുന്നു വെർട്ടിബ്രേറ്റ? ഓക്കെ, ഇതൊരു ചോദ്യമാണ്. അപ്പോൾ വെർട്ടിബ്രേറ്റ എന്താണ് എന്നാണ് ചോദ്യം. വെർട്ടിബ്രേറ്റ ആർ അനിമൽസ് വിത്ത് വെർട്ടിബ്രൽ കോളം. അതായത് വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നത് അനിമൽസ് ആണ്. അവ എന്തുകൊണ്ടുള്ളവയാണ്? വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ ബാക്ക് ബോൺ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഉള്ള ജീവജാലങ്ങളാണ്. ആൻഡ് എ ക്രാനിയം ഓർ സ്കൾ. അവയ്ക്ക് മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു തലയോട്ടിയും ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ തലയ്ക്ക് ഒരു ആവരണമായിട്ട് തലയോട്ടി അല്ലെങ്കിൽ മസ്തിഷ്കത്തിന് ഒരു ആവരണം ചെയ്യുന്ന തലയോട്ടി ഉണ്ടായിരിക്കും. ദ വെർട്ടിബ്രൽ കോളം സറൗണ്ട്സ് എ പ്രൊട്ടക്ട് ദ സ്പൈനൽ കോഡ്. ഈ വെർട്ടിബ്രൽ കോളം എന്താണ് ചെയ്യുന്നത്? അത് ഈ സ്പൈനൽ കോഡിനെ സംരക്ഷിക്കുന്നു. അത് വൈൽ ദ കാർണിയം പ്രൊട്ടക്ട് ദ ബ്രെയിൻ. ഈ ബ്രെയിനിനെ കാർണിയവും സംരക്ഷിക്കുന്നു. അപ്പോൾ വെർട്ടിബ്രാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? തലയോട്ടിയും നട്ടെല്ലുമുള്ള ജീവജാലങ്ങളെയാണ് എന്ത് എന്ന് പറയുന്നത്? വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നത്. ഇനി 53ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ നോട്രോകോഡ് ഇൻ ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ഇൻ ദ സബ് ഫൈലം സിഫാലോകോർഡേറ്റ? എന്താണ് ഈ സിഫാലോകോർഡേറ്റ എന്ന സബ് ഫൈലത്തിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ പ്രത്യേകത എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻ ഓർഗാനിസം ഇൻക്ലൂഡഡ് ഇൻ സബ് ഫൈലം സിഫാലോകോർഡേറ്റ, അതായത് സിഫാലോകോർഡേറ്റ എന്ന സബ് ഫൈലത്തിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങൾ. ദ നോട്ടോകോഡ് വിച്ച് എക്സ്റ്റെൻഡ്സ് ആസ് എ റോഡ് ലൈക്ക് സ്ട്രക്ചർ. നോട്ടോകോഡ് എങ്ങനെയാണ്? ഒരു ദണ്ട് പോലെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു, നീളത്തിൽ കാണപ്പെടുന്നു. എവിടെ മുതൽ? ഫ്രം ഹെഡ് ടു ടെയിൽ, അതായത് തല മുതൽ വാല് വരെ. റിമെയിൻസ് ടിൽ ദ എൻഡ് ഓഫ് ലൈഫ്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണ്? ഇത് ജീവിതത്തിൻ്റെ അവസാനം വരെ, തുടക്കം മുതൽ അവസാനം വരെയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം സബ് ഫൈലം സെഫോലോഡേറ്റയിലുള്ള ആ ജീവജാലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവയ്ക്ക് എന്തുണ്ടായിരിക്കും? ഒരു നോട്ടോകോഡ് ഉണ്ടായിരിക്കും. ആ നോട്ടോകോഡ് തല മുതൽ വാല് വരെ ഉണ്ടായിരിക്കും. അത് ജീവിത അവസാനം വരെയും ഉണ്ടായിരിക്കും. ഇനി 54ാമത്തെ ചോദ്യം, ഹൗ നോട്ടോകോഡ് ഈസ് ഡിഫറെൻറ്റ് ഇൻ യൂറോകോർഡേറ്റ ആൻഡ് സെഫാലോകോർഡേറ്റ? എങ്ങനെയാണ് നോട്ടോകോഡ് അല്ലെങ്കിൽ ഈ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ഈ നട്ടലിൻ്റെ ഭാഗം യൂറോകോർഡേറ്റയിൽ നിന്നും സെഫാലോകോർഡേറ്റയിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? നോട്ടോകോഡ് വ്യത്യാസമായിരിക്കുന്നത്. അതായത് യൂറോകോർഡേറ്റയ്ക്കും സെഫാലോകോർഡേറ്റയ്ക്കും എങ്ങനെയാണ് ഇത് നോട്ടോകോഡിൻ്റെ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നത്? ഇൻ സഫൈലം യൂറോകോർഡേറ്റയിൽ ദ നോട്ടോകോഡ് ഈസ് റെസ്ട്രിക്റ്റഡ് ഓൺലി ടു ദ ടെയിൽ റീജിയൻ ഡ്യൂറിങ് ദ ലാർവൽ സ്റ്റേജ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, സഫൈലം യൂറോകോർഡേറ്റയിൽ എന്താണ് സംഭവിക്കുന്നത്? നോട്ടോകോഡ് എവിടെയാണ്? ഒള്ളി ലാർവൽ സ്റ്റേജിലാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അത് ടെയിൽ റീജിയനിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇൻ ഓർഗാനിസം ഇൻക്ലൂഡഡ് ഇൻ ദ സബ് ഫൈലം സെഫാലോകോർഡേറ്റ. അപ്പോൾ ഈ സെഫാലോകോർഡേറ്റയിൽ എന്താണ് കാണുന്നത്? നോട്ടോകോഡ് വിച്ച് എക്സ്റ്റെൻഡ് ആസ് എ റോഡ്. ഈ നോട്ടോകോഡ് എന്ത് ചെയ്യുന്നു? ഒരു ദണ്ട് പോലെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ലൈക്ക് സ്ട്രക്ചർ ഫ്രം ഹെഡ് ടു ടെയിൽ. അത് തല മുതൽ വാൽ വരെ പോകുന്നു. റിമെയിൻസ് ടിൽ ദ എൻഡ് ഓഫ് ലൈഫ്. അവ ജീവിതത്തിൻ്റെ അവസാനം വരെ നിൽക്കുകയും ചെയ്യുന്നു. ഇനി 55ാമത്തെ ചോദ്യമായിട്ടാണ് തന്നിരിക്കുന്നത്. ഇൻ സബ് ഫൈലം വെർട്ടിബ്രേറ്റ ഹൗ ദ നോട്ടോകോഡ് ഈസ് പ്രസൻറ്റ്. സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ എങ്ങനെയാണ് നോട്ടോകോഡ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ആയിരിക്കുന്നത്? ഇൻ സബ്ഫൈലം വെർട്ടിബ്രേറ്റയിൽ നട്ടുള്ള ജീവികളിൽ ദ നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഡ്യൂറിങ് ദ എംബ്രിയോണിക് സ്റ്റേജ്. അവയുടെ എംബ്രിയോ ആയിരിക്കുന്ന സമയത്താണ് അവ കാണപ്പെടുന്നത്. ആസ് ദ എംബ്രിയോ ഗ്രോസ്, അത് എംബ്രിയോ വളരുന്നത്, ഇറ്റ് ട്രാൻസ്ഫോം ഇൻ ടു വെർട്ടിബ്രൽ കോളം. അത് എന്ത് ചെയ്യുന്നു? വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടലായിട്ട് അതിന് പരിണാമം സംഭവിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് വർക്ക്ഷീറ്റ് 6.1 പേജ് 45 വർക്ക്ഷീറ്റാണ്. എല്ലാവരും ആ പേജ് എടുക്കുക. ഓക്കെ, ഞാൻ 1, 2, 3 എന്ന് നമ്പർ തന്നിട്ടുണ്ട്. ഈ നമ്പർ തന്നിട്ടുള്ളതുപോലെ തന്നെ ഞാൻ അതിന് എന്താണ് ചെയ്യുന്നത്? പ്രത്യേകത, ഫൈലം, ഉദാഹരണം എന്നുള്ള രീതിക്ക് പകരമായിട്ട് ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ABC എന്നുള്ള നമ്പറാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, മരിയൻ ഓർഗാനിസം വിത്ത് സ്പിന്നി ബോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് കടൽ ജീവിയാണ് ഈ മുള്ളുകളുള്ള ശരീരത്തോടു കൂടി ഇരിക്കുന്നത്? എക്കിനോഡെർമേറ്റ എന്ന് പറയുന്ന ജീവജാലമാണ് എന്തുമായിട്ടുള്ളത്? മുള്ളുകളുമുള്ള ബോഡിയുമായിട്ട് ഇരിക്കുന്നത്. അത് ഏത് ഫൈലത്തിലാണ് വരുന്നത്? ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? എക്കിനോഡെർമേറ്റ എന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. അവയ്ക്ക് ഉദാഹരണം ഏതാണ്? സീ ഉർച്ചിൻ ആൻഡ് സ്റ്റാർ ഫിഷ്, അതായത് കടൽ ചേനയും നക്ഷത്ര മത്സ്യവും അതിനൊരു നല്ല ഉദാഹരണമാണ്. ഓക്കെ, രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന ലോങ് ആൻഡ് റൗണ്ട് ബോഡീഡ് വേംസ്. ഓക്കെ, ലോങ് അതായത് നീണ്ടതും റൗണ്ട് ബോഡിയതുമായിട്ടുള്ള ആ
ജീവജാലം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? അത് വരുന്നത് നിമാറ്റോഡ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അവ വരുന്നത്. നിമാറ്റോഡ അതിന് ഏത് ഫൈലമാണ് വരുന്നത്? നിമാറ്റോഡ എന്ന ഫൈലത്തിൽ തന്നെയാണ് അത് വരുന്നത്. എക്സാമ്പിൾ ഏതെല്ലാമാണ്? റൗണ്ട് വേമും ഹുക്ക് വേമും പിൻ വേമുമാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ റൗണ്ട് വേമും ഹുക്ക് വേമും ഒക്കെയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവയുടെ പറയുന്നത് മലയാളത്തിലുള്ള പേരുകൾ? ഈ റൗണ്ട് വേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുണ്ടവിര, അതുപോലെ തന്നെ ഇതിനെ ഹുക്ക് വേം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോപ്പുഴ, അതുപോലെ തന്നെ ഇതിന് പറയുന്ന പേരാണ് കൃമി എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തതാണ് അക്വാട്ടിക് ഓർഗാനിസം വിത്ത് മൈന്യൂട്ട് പോർസ് ത്രൂ ഔട്ട് ദെയർ ബോഡീസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏത് അക്വാട്ടിക് ഓർഗാനിസമാണ്, അതായത് മൂന്നാമത്തേതിൽ ഏത് അക്വാട്ടിക് ഓർഗാനിസമാണ് വിത്ത് മൈന്യൂട്ട് പോർസ്, അതായത് ശരീരമാസകലം സൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങളുള്ള ജീവികൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്, ഏത് ഫൈലത്തിലാണ് വരുന്നത്? അത് വരുന്നത് പൊറിഫെറ എന്ന് പറയുന്ന ഫൈലം ഗ്രൂപ്പിലാണ് അത് വരുന്നത്. അതിന് ഉദാഹരണം ഏതാണ്? സ്പോഞ്ചാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അക്വാട്ടിക് ഓർഗാനിസം വിത്ത് ടെൻറ്റക്കിൾസ് ബെയറിംഗ് സിനോഡോബ്ലാസ്റ്റ്, അതായത് ഏത് അക്വാട്ടിക് ജീവജാലമാണ് സിനോഡോബ്ലാസ്റ്റോട് കൂടി ഉള്ള ജീവജാലം ഏതാണ്, അല്ലെങ്കിൽ ടെൻറ്റക്കിളോട് കൂടിയിട്ടുള്ള ജീവജാലം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പറയാവുന്ന അത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, അത് ഫൈലം ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നിഡേറിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. അവയുടെ എക്സാമ്പിൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം. ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ അനീമോൺ അല്ലെങ്കിൽ കടൽപ്പൂവ് എന്ന് പറയുന്ന ജീവജാലങ്ങളാണ് ആ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാം. ഇനി അഞ്ചാമത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? സോഫ്റ്റ് ബോഡി ഇൻ മോസ്റ്റ് ഓർഗാനിസംസ് എ ഷെൽ മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കവേഴ്സ് ദ ബോഡി. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സോഫ്റ്റ് ബോഡി, അതായത് ശരീരം വളരെ മൃദുലമായിട്ടുള്ള ശരീരമായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? എന്തായിരിക്കും? ഭൂരിഭാഗം ജീവികളും ശരീരത്തെ പൊരിഞ്ഞ് അവയുടെ പറയുന്ന ഈ കൂട്ടത്തിൽ വരുന്ന ജീവജാലങ്ങൾ ഒരു ഷെല്ലുണ്ടായിരിക്കും, മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ്, അതായത് കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിതമായ ഒരു കവചവും അവയ്ക്ക് ഉണ്ടായിരിക്കും. അത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഏത് ഫൈലമാണ് അത് വരുന്നത്? അത് വരുന്നത് മൊളസ്ക എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഏതെല്ലാമാണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്? ഒച്ചിനെ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയാം. ഒക്ടിപ്പസ് ആൻഡ് ക്ലാം തുടങ്ങിയ ജീവജാലങ്ങളെ അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെഗ്മെൻറ്റഡ് ബോഡീഡ് ഓർഗാനിസം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സെഗ്മെൻറ്റഡ് ബോഡീഡ് ഓർഗാനിസം, അതായത് കണ്ടങ്ങളോട് കൂടിയ സെഗ്മെൻറ്റുകളോട് കൂടിയ ശരീരമുള്ള ജീവജാലം. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ലീച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിന് പറയുന്ന പേരാണ് എർത്ത്, മണ്ണിരയും അതുപോലെ തന്നെ കുളയട്ടയുമാണ്. അത് വരുന്ന ഫൈലം അനേലിഡ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇനി നമ്മൾ പോകുന്നത് ഏഴാമത്തെ തന്നിരിക്കുന്നതിലാണ്. ഓർഗാനിസം വിത്ത് ജോയിൻഡ് ലെഗ്സ് ആൻഡ് എക്സോസ്കെൽറ്റൻ, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഓർഗാനിസം, അതായത് വിത്ത് ജോയിൻഡ് ലെഗ്സ് ആൻഡ് എക്സോസ്കെൽറ്റൻ, അതായത് ചെറുഭാഗങ്ങൾ കൂടിച്ചേർന്ന കാലുകൾ. അതായത് കാലെന്ന് പറയുന്നത് പല ചെറിയ കഷ്ണങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടായിരിക്കുന്ന ജീവികളാണ്. അവയ്ക്ക് പിന്നെ ഒരു ബാഹ്യ എക്സോസ്കെൽറ്റൻ, അവയ്ക്കൊരു ബാഹ്യമായ അസ്ഥികൂടവുമുണ്ട്. ഇത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അത് വരുന്നത് ആർത്രോപോഡോ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അത് വരുന്നത്. ഓക്കെ, അതിന് ഉദാഹരണം ഏതാണ്? പ്രോൺ, കോക്രോച്ച്, ക്രാബ്, അതായത് നമുക്കറിയാം അതിന് ഉദാഹരണങ്ങളായിട്ട് കൊഞ്ച്, പാറ്റ, ഞണ്ട് തുടങ്ങിയവയാണ് അതിന് ഉദാഹരണമായിട്ടുള്ളത്. ഇനി നമുക്ക് എട്ടാമത് തന്നിരിക്കുന്നത് സ്മോൾ സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ബോഡീഡ് വേംസ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ചെറുതും സോഫ്റ്റുമായിട്ടുള്ള ഫ്ലാറ്റ് ബോഡീഡ് വേംസ്. അത് ഏതാണ്? ആ ചെറുതും ഇതുമായിട്ട് വന്നൊരു സോഫ്റ്റ് ബോഡീഡ്, അതായത് ചെറുതും മൃദുവായതും പരന്ന ശരീരവുമുള്ള വിരകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയാം. പ്ലാറ്റി ഹെൽമിന്തസ് എന്നാണ് അവയുടെ പേര്. അത് ഏത് ഫൈലം ഗ്രൂപ്പിലാണ് വരുന്നത്? അത് വരുന്ന ഫൈലം ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന
ഫൈലം ഗ്രൂപ്പിലാണ് അത് വരുന്നത്. അവയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പ്ലനേറിയ, ടാപ്പ് വൈം, ഫ്ലൂക്കെ തുടങ്ങിയവയൊക്കെയാണ്. അല്ലെങ്കിൽ എന്ത് പറയും? പ്ലനേറിയ, നാടവിര, ഫ്ലൂക്ക് തുടങ്ങിയ ജീവജാലങ്ങളാണ് അവയ്ക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. ഇനി 9ാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? ഓർഗാനിസം വിത്ത് റോഡ് ഷേപ്പ്ഡ് നോട്രോകോഡ് ഓർ വെർട്ടിക്കൽ കോളം. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഓർഗാനിസം, ജീവജാലം വിത്ത് റോഡ് ഷേപ്പ്ഡ്, അതായത് ദണ്ഡാകൃതിയിലുള്ളവയോ അല്ലെങ്കിൽ നോട്രോകോഡോട് കൂടിയതോ ആയിട്ടുള്ള ജീവജാലം. അത് ഏത് ഫൈലത്തിലാണ് വരുന്നത്? കോർഡറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മനുഷ്യനും മൃഗങ്ങളും, മനുഷ്യൻ, അതുപോലെ തന്നെ മത്സ്യം, ഫ്രോഗ്, ഇങ്ങനെയുള്ള ജീവജാലങ്ങളെല്ലാം ആ ഗ്രൂപ്പിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്.